1979 പാരീസിൽ നിന്നൊരു വിമാനത്തിൽ അയത്തുള്ള കൊമേനി ടെഹ്റാനിൽ വന്നിറങ്ങുമ്പോൾ അതിന് സോവിയറ്റ് എംപയറിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ അസർബൈജാന്റെ തലസ്ഥാനമായ ബക്കുവിൽ നിന്ന് ക്ഷാവിരുദ്ധ പ്രക്ഷേപണങ്ങൾ അത് സോവിയറ്റ് യൂണിയനാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, ടു ഡേ പാർട്ടി എന്നാണ് അതിന് പറയുന്നത്. അവരോട് പറഞ്ഞു, ദേ ഈ വരാൻ പോകുന്ന ആൾ വലിയൊരാളാണ്, അയാൾ ആൻറ്റി അമേരിക്കയാണ്, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ സഹകരിക്കണം, കൂടണം. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇയാളൊരു പഴഞ്ചനായതുകൊണ്ട് ഈ മതഭരണകൂടത്തെ എല്ലാവരും വെറുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് വിപ്ലവം നടത്തി ഇറാനങ്ങ് ചുവപ്പ് നിറത്തിലേക്ക് മാറ്റാം എന്നായിരുന്നു അന്നത്തെ ഒരു ഉദ്ദേശം. നടന്നില്ല. 79 കൊമേനി വന്നു. 82 ആയപ്പോഴത്തേക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഈ ടു ഡേ പാർട്ടി പിന്നെ 2 ഡേ മാത്രമായി. എങ്ങനെ ഇവന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടമായിട്ട് കൊണ്ടുവന്ന് പബ്ലിക് ടെലിവിഷനിൽ കൊണ്ടുവന്ന് കൺഫസ് ചെയ്യിക്കാൻ, ഞങ്ങൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ്, ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ ചാരന്മാരാണ്, ഞങ്ങൾ മഹാവൃത്തിയോട്ടന്മാരാണ്, ഞങ്ങൾ ഈ ലോകത്ത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, ഞങ്ങൾ തെറ്റുകാരാണെന്ന് ഇങ്ങനെ കൺഫസ് ചെയ്യിക്കുന്നു. കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കുറ്റം സമ്മതിക്കുകയാണല്ലോ. ആയിരക്കണക്കിന് എണ്ണത്തെ വെടിവെച്ച് കൊല്ലുന്നു, കുറേ എണ്ണത്തെ ജയിലിലടയ്ക്കുന്നു, കുറേ എണ്ണത്തെ നാട് കടത്തുന്നു. ടു ഡേ പാർട്ടി, ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് ഇത് 82 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് പേർജ് തീരുന്നു. 88 വരുമ്പോൾ കുറേ എണ്ണം ജയിലിലായിരുന്നു, ജയിലിൽ കിടന്നവന്മാരെ തട്ടുന്നു. അങ്ങനെ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വിഭവസമ്പന്നമായ ഒരു വിരുന്നൊരുങ്ങിക്കൊണ്ടാണ് നമ്മുടെ കൊമേനി അവിടെ ആറാടിയത്. കാര്യം കൊമേനി ഭയങ്കര ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കാരണം പുള്ളി മാർക്സിസ്റ്റുകൾക്ക് ദൈവമില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം കൊമേനിക്കുണ്ടായിരുന്നു. കൊമേനിക്ക് നമ്മുടെ നാട്ടിലെ മാർക്സിസത്തിൻ്റെയൊക്കെ ചരിത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ മാർക്സിസ്റ്റുകാരോട് ഇത്ര വലിയ അട്രോസിറ്റി അവിടെ ചെയ്യുമായിരുന്നില്ല എന്ന്